ഹായ്, ജോലി ബേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നല്ല മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം അതേ ഒരു വലിയ മഴ പെയ്ത് തുറന്നുള്ളൂ. അപ്പം ഈ മഴയത്തൊക്കെ നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്ക് വൈകുന്നേരം ചായക്ക് കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടമാവുക. മഴയൊക്കെ കണ്ടിരുന്ന ഒരു ചായയൊക്കെ നുണഞ്ഞ് ഒരു എന്തെങ്കിലും ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള വടയോ അങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. എനിക്കും അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇന്ന് അങ്ങനെ ഒരു വടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. നമ്മൾ ഉണ്ടാക്കാൻ പോണത് കപ്പയുടെ വടയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ. നമ്മളിത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനൊന്നും വേണ്ട, നമ്മൾ ആളുടെ അനുസരിച്ച് എടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി എടുക്കണുള്ളൂ. ഇതൊന്ന് തോല് കളഞ്ഞ് കഴുകി നമുക്ക് ചീവി എടുക്കണം. ഇതില് ഈ വലിയ ഇതിൽ വെച്ചിട്ട് ചീവി എടുക്കണം. ചീവിയിട്ട് അതിൻ്റെ കട്ട് കളയണം, അതിൻ്റെ പാല് പിഴിഞ്ഞ് മാറ്റണം. അപ്പം നമുക്ക് അതൊന്ന് ചെയ്യാം. ആദ്യം കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ചീവി എടുക്കാം. ഇതിലിത്തിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിരുമ്മി കൊടുക്കാം. അപ്പോൾ ആ പാലൊക്കെ ഒന്ന് ഇറങ്ങി വരും, അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ. എന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം. ഇതേ തിരുമ്മി വെച്ചപ്പോൾ നന്നായിട്ട് പാലൊക്കെ അതേ ഇറങ്ങി വന്നിട്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഉണ്ടോ, അതിൻ്റെ കട്ടൊക്കെ അതിൽ പോവും. നമ്മളിത് വേവിക്കാത്ത കാരണം പച്ചക്കാവുമ്പോൾ അതിൽ കട്ടുണ്ടാവും. ആ കട്ടാണ് ഈ പാല് പിഴിയുമ്പോൾ കട്ട് മാറിക്കിട്ടും. പാലഞ്ഞ് പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് ഒരു 1.5 സവാള, ഒരു 5-6 പച്ചമുളക്, എരിവ് അവനവൻ്റെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ജസ്റ്റ് കളറിന് വേണ്ടിയാണ്, കുറച്ച് കായപ്പൊടി, ചില്ലി ഫ്ലേക്സ്, പിന്നെ കടലമാവാണ് നമ്മൾ ചേർക്കണേ. ചിലവർ അരിപ്പൊടി ചേർക്കും. ഞാനിപ്പോൾ ഇവിടെ കടലമാവ് ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞിട്ട് ഇതിൽ മിക്സ് ചെയ്യണം. നമുക്ക് കടലമാവ് ഇതിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നോക്കിയിട്ട് ആദ്യം ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അംശം നോക്കിയിട്ട് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചി, പച്ചമുളക്, സവാള, കറിവേപ്പില എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടി. നമ്മൾ പച്ചമുളക് നല്ല എരിവുള്ള മുളകാട്ടോ ഇട്ടേക്കണേ. അപ്പം നമ്മൾ ചില്ലി ഫ്ലേക്സ് ചെറുതായിട്ട് അധികം ഇടുന്നില്ല. പിന്നെ കായത്തിൻ്റെ പൊടി കേട്ടോ. വടയല്ലേ, അപ്പം നമ്മൾ കായത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത് നല്ലതാണ്. ഒരു 1/2 ടീസ്പൂണ്. ഇനി ഇതൊന്ന് നന്നായി കുഴച്ചിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കപ്പയിൽ ഉപ്പിട്ടിട്ടാണ് വെള്ളം പിഴിഞ്ഞെടുത്തത്. ഇതൊന്ന് കുഴച്ചിട്ട് നമുക്ക് നോക്കാം. കുഴക്കണേക്കാൾ മുന്നേ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി വെള്ളം ഇറങ്ങും. അപ്പോൾ കുഴച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ വെള്ളമൊന്നും വേറെ ചേർത്തില്ല കേട്ടോ. ഉപ്പ് ഒരു ലേശം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അത് നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വടയുടെ ഷേപ്പിൽ ഉണ്ടാക്കി എണ്ണ അടുപ്പത്ത് വെച്ചിട്ട്, വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വടയുടെ ഷേപ്പിൽ നല്ല ഷേപ്പിലാക്കി എടുക്കുക. നന്നായി ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതേ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് നന്നായി മൊരിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഫുള്ളിലായിരുന്നു ഞാൻ ഇപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. ഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞു കേട്ടോ. ഞാൻ അതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഉണ്ടോ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. വടയുടെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് നല്ല. ഭാഗവും നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വാങ്ങാം.
നല്ല മുരിഞ്ഞ വടയും നല്ല ചൂട് ചായയും മഴയത്തിരുന്ന് കുടിക്കാനുണ്ടല്ലോ, നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി വടയാണ് കേട്ടോ. കണ്ടോ സൗണ്ട് കേൾക്കണുണ്ടല്ലേ? അപ്പം ഇത് നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. നല്ല മഴക്കാലത്ത്, പണ്ട് കാലത്തൊക്കെ നമ്മൾ മഴക്കാലത്ത് പരിപ്പുവടയും ചായയൊക്കെ നല്ല മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കില്ല. അതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് മഴയൊക്കെ കണ്ട് ഇതുപോലെ ഒന്ന് ആസ്വദിച്ച് കഴിച്ചു നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ.